ഹണി എന്നാ പിടിച്ചോ. എന്റെ കൊച്ചു കുട്ടി എന്നെ സുന്ദരിയായിട്ടുണ്ട്. തണുക്കുന്നുണ്ടോ? ദേ ഇപ്പൊ തുടയ്ക്കാം കേട്ടോ. അല്ല വാവ്, ഡോളിനെ വൃത്തിയാക്കുകയാണോ? ഡോൾ എന്തൊരു വസ്തുവാണോ അതിനെ വൃത്തിയാക്കാൻ? ഇത് എന്റെ കൊച്ചു കുട്ടിയാ, ഞാൻ കുളിപ്പിച്ചോണ്ടായിരുന്നേ. അല്ലെങ്കിൽ കൊച്ചിന് റാഷസ് വരും. ഡോളിന്റെ ഡ്രസ്സൊക്കെ പഴയതുപോലെ തോന്നുന്നു. ആണല്ലോ, ഞാൻ കുറെ ദിവസമായി ഡോളിന് വേണ്ടി ഷോപ്പിംഗ് ചെയ്യണമെന്നിരിക്കുക. ശരിയാണ്, ഞാൻ എപ്പോ ഷോപ്പിങ്ങിന് പോയാലും അപ്പോഴൊക്കെ ബണ്ണിയും എന്റെ കൂടെ കൂട്ടിയിട്ട് പോവാറുണ്ട്. അതെ അതെ ശരിയാണ്. ഓക്കേ ബണി, അപ്പൊ നമുക്ക് ഇന്ന് തന്നെ പോവാം. ബണ്ണി, നിനക്കിപ്പോ ബാസ്കറ്റ് അല്ല ടാബ്ലറ്റ് ആണ് ആവശ്യം. എനി ഡൗട്ട്? എന്ന് പറഞ്ഞാ ബണിയും മരുന്ന് മേടിക്കാൻ മാർക്കറ്റിലേക്ക് പോണം. ബണി, തലവേദനയ്ക്കുള്ള മരുന്ന് മറക്കാതെ മേടിച്ചോണ്ട് വാ. ഷോപ്പിംഗ് ഞാൻ ചെയ്യും, പക്ഷേ ബാർഗൈനിങ് സോർദാറല്ലേ ചെയ്യാറ്. എങ്കിൽ സർദാറും നമ്മുടെ കൂടെ വരും. അത്ഭുതം അത്ഭുതം അത്ഭുതം. ഒന്നിന് പകരം രണ്ട്, രണ്ടിന് പകരം മൂന്ന്. എനി ഡൗട്ട്? ഒരു ഡൗട്ടും ഇല്ല. ഒന്ന് ഞാൻ, രണ്ടാമത്തെ സോർദാർ, മൂന്നാമത്തെ നീയാണ്. പോപ്പറ്റിന്റെ ചോയ്സ് ആർക്കും മാച്ച് ചെയ്യാൻ പറ്റില്ല. ഇവനെയും വിളിച്ചോണ്ട് പോവാ. ഇല്ല, 3 പേരായിട്ട് പോകാൻ പാടില്ലെന്ന് പറയാറുണ്ട്. നിങ്ങൾ തന്നെ പോയിട്ട് വരൂ. എന്നാ പിന്നെ ഞാനും വരാം. അപ്പൊ 4 പേരാവുമല്ലോ, ഒരു പ്രശ്നവും സംഭവിക്കില്ല. ഇതാണ് പറയുന്നത്. വാബൽ വന്നി എന്ന മുട്ട്. അയ്യോ, എല്ലാവരും ഒന്നിച്ചു നിന്നാ കാള നമ്മളെ കുത്താൻ വരില്ല. അത് ശരിയാണ്, നമ്മൾക്ക് എല്ലാവർക്കും പോവാം. എന്റെ ഡോളിന് നല്ല ഷോപ്പിംഗ് ആവും. പോവാം. വാ വാ പോവാം. അവ ശരിക്കും വിട്ടിയാ. മിസ്, എനിക്ക് മേക്കപ്പ് കിറ്റും ലിപ്സ്റ്റിക്കും കാണിക്കുവോ? ഷുവർ മാഡം. നിങ്ങൾ ഏത് മേക്കപ്പ് ആണ് യൂസ് ചെയ്യാറ്? ഏതെങ്കിലും നല്ലതൊരെണ്ണം മതി. എന്നാ ശരി, ഞാൻ ആദ്യം നിങ്ങൾക്ക് ലിപ്സ്റ്റിക്സ് കാണിക്കാം. നിങ്ങൾക്ക് ചേരുന്ന കുറെ ഷെയ്ഡ്സ് ഉണ്ട് ഇവിടെ. അവർക്ക് വേണ്ടിയല്ല, അവരുടെ ഡോളിനാണ് ലിപ്സ്റ്റിക് വേണ്ടത്. എന്ത്, ഡോളിന് വേണ്ടിയോ? എന്താ ഡോള് മേക്കപ്പ് ഇട്ടൂടെ? പിന്നെന്താ, തീർച്ചയായും ചെയ്യാലോ. ഞങ്ങളുടെ അടുത്ത് ഡോൾസിന് സ്പെഷ്യൽ പ്രോഡക്ട്സ് ഉണ്ട്. ദാ ഇത് നോക്കിയേ മാഡം. ബന്നി, ഇവിടെ വാ. നീ എന്താ കാണിക്കുന്നേ? ഷേഡ് സെലക്ട് ചെയ്യാണ്. അടിപൊളി. കുറച്ച് ചംക്കി പൗഡർ കൂടെ ഇട്ടോ. പിന്നെ അങ്ങനെ തന്നെ ഡാൻസ് കളിക്കട്ടെ. കിറ്റി, ഓരോ ആൾക്കാരുടെ മേളിലും ഓരോ ഷെയ്ഡ് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോഴേ ഡിഫറൻസ് അറിയാൻ പറ്റൂ. വാ പോപ്പറ്റ്. അതെ, എനിക്ക് മുകളിലുള്ളവൻ ഓൾറെഡി എനിക്ക് റെഡ് ലിപ്സ്റ്റിക് ഇട്ട് വിട്ടിരിക്കാണ്. ഇതിന് മുകളിൽ ഒരു കളർ ഇട്ടിട്ട് കാര്യമില്ല. എനി ഡൗട്ട്? ലെറ്റ് മീ ട്രൈ. ജോർദാർ ഹണി, നിങ്ങൾ ഇവിടെ വരൂ. സ്ട്രോബെറി. ജോർദാർ, ഇത് കഴിക്കേണ്ട സാധനം അല്ല. ഇതിന്റെ നക്കല്ലേ കേട്ടോ. എക്സ്ക്യൂസ് മീ മാഡം, ഞങ്ങൾക്കൊരു ലിപ്സ്റ്റിക് കാണിക്കൂ. സോർദാർ, പോപ്പട്ട്, നിങ്ങൾ ഇവിടെ എന്താ ചെയ്യുന്നേ? മേക്കപ്പ് ഷോപ്പില് പെണ്ണുങ്ങളല്ലേ വരാറ് ലോങ് ഷോട്ടില്. പക്ഷെ നിങ്ങൾ ഇവിടെ എന്താ ചെയ്യുന്നേ? മേക്കപ്പ് ഇട്ടോണ്ടിരിക്കുക. അല്ല, ഇപ്പൊ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞില്ലേ, ഇനിയൊരു കളി കളിക്കുന്നേ. ഞാൻ ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡ്സിൽ കൺഫ്യൂസ് ആവാണ്. കിറ്റി, 3 നന്നായിട്ടുണ്ട്. എല്ലാം വാങ്ങിച്ചോ? ഓക്കേ, ഇത് 3ഉം പാക്ക് ചെയ്തേക്ക്. മാഡം, നിങ്ങളുടെ ഡോളിന്റെ മുടി റഫ് ആയല്ലോ. നിങ്ങൾ പറഞ്ഞ ഒരു ഹെയർ സ്പാ ക്രീം കാണിക്കട്ടെ. പാവം ഈ ഡോള്, അതിന് സ്വന്തമായിട്ട് മേക്കപ്പ് ഒന്നും ഇടാൻ പറ്റത്തില്ലല്ലോ. കണ്ടോ, എന്ത് കുട്ടി കൈകളാ ഇവളുടെ. അതെ, അടുത്ത് തന്നെ സലൂൺ ഉണ്ട്. വാ, നമുക്ക് കൊണ്ടുപോയി സ്പാ ചെയ്തേക്കാം. ചേടാ, ഞാൻ വെറുതെ തമാശ പറഞ്ഞതാ. പക്ഷെ ഞാൻ ചെയ്തില്ല. വെൽക്കം മാഡം, വെൽക്കം. നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഹെയർ സ്പാ ചെയ്യണം. വരൂ വരൂ, വന്നിരിക്കൂ. പ്ലീസ് സിറ്റ്. അയ്യോ, ഇവർക്കല്ല, ഇവരുടെ ഈ പാവയ്ക്കാണ് ചെയ്യേണ്ടത്. വാട്ട്?
എടാ പിള്ളേരെ നിങ്ങൾ എന്തായി പറയുന്നേ? ഐ എം സോറി, പാവയ്ക്കൊന്നും ഞാൻ ട്രീറ്റ്മെന്റ് ചെയ്യാറില്ല. ചേട്ടാ കുറച്ച് എക്സ്ട്രാ പൈസ തന്നാ ഡോളിനൊരു സ്പാ ചെയ്യില്ലേ? ഓക്കെ മോനെ, വെറും 25K ആവും. വെറും 25 റുപ്പീസോ? എന്നാ 2 തവണ ചെയ്യാലോ? 25K എന്ന് പറഞ്ഞാൽ 25,000. മനസ്സിലായോ? ഇത് ഒത്തിരി വില കൂടുതലാണല്ലോ. നീ എന്തിനാ കാശിനെ കുറിച്ച് വിഷമിക്കുന്നേ? കൊറേ കാശുണ്ട് പന്നീരെടുത്ത്. ഞാനെങ്ങനെ ഇത് മറന്ന്? താങ്ക് യു ബണ്ണി. നിങ്ങൾ സ്പാ ചെയ്യൂ. ആഹാ. ഐസ്ക്രീം. ക്ഷമിക്കണേ, എന്നോട് ക്ഷമിക്കണേ. എന്താ സോർദാർ, നീ എന്തിനാ ഹെയർ ഡേ എടുത്ത് കഴിച്ചേ? അത് ഞാൻ ഐസ്ക്രീം ആണെന്ന് വിചാരിച്ചു. ചില ആൾക്കാർക്ക് എല്ലാം കഴിക്കുന്ന സാധനമായിട്ടാ തോന്നുന്നു. മിണ്ടാതെ അവിടെ ഇരിക്കേ, അല്ലെങ്കിൽ നിന്റെ മുടി ഞാൻ കടിച്ചു തിന്നും. എണീരാ. നിങ്ങൾ വിഗ് വെച്ചിരുന്നു അല്ലേ? അല്ലല്ല, എന്റെ മുടി ഒറിജിനലാണ്. ഞാൻ നിങ്ങളെ ഒരിക്കലും കല്യാണം കഴിക്കില്ല. ഞാനും നിന്നെ കെട്ടാൻ പോണില്ല. അവൾ എന്റെ അടുത്താ സംസാരിച്ചോണ്ടിരുന്നേ. നീ കാരണം എനിക്ക് ബ്രേക്കപ്പ് ആയി. ഒന്ന് നിക്ക് ഡാർലിംഗ്. ഇത് എന്ത് സലൂണാണ്? ഡൈ ഇടാതെ തന്നെ കണ്ണ് കറുത്തുപോയി. അല്ല നിക്ക്, നിന്റെ വിഗ് എടുത്തോണ്ട് പോ. എന്നെ നീ എഴുതി വരുത്താൻ നോക്കുന്നോ? എന്താണോ നീ ചെയ്തേ? ഞങ്ങളുടെ പാരമ്പര്യം ഭീഷണി പഠിച്ചോ? എടോ നിക്ക് നിക്ക്, എന്തായി കാണിക്കണേ? സാരല്ല, വിടൂന്നേ. എന്തായാലും നല്ല രസമുണ്ട്. ഇനി ഈ സലൂണിലേക്ക് ഞാൻ ഒരിക്കലും വരില്ല. നിങ്ങളൊക്കെ കാരണം എന്റെ സലൂണിന്റെ പേര് തന്നെ നാശമായിക്കൊണ്ടിരിക്കുക. എന്നാ പിടിച്ചോ, നിങ്ങളുടെ ഡോളിന്റെ ഹെയർ സ്പാ കഴിഞ്ഞു. മര്യാദക്ക് ഇപ്പൊ പൊക്കോ. വീണ്ടും ഈ സ്പായിലേക്ക് വന്നു പോരും നിങ്ങൾ ആരും. താങ്ക് യു. എന്റെ ഡോൾ എന്ത് ക്യൂട്ട് ആയിട്ടുണ്ടല്ലേ. കിറ്റി, നമുക്ക് ഡോളിന് വേണ്ടി ഒരു മൊബൈൽ വാങ്ങാം. നിനക്ക് വേണ്ടപ്പോഴൊക്കെ അതിന്റെ കൂടെ സംസാരിക്കാമല്ലോ. ഇവിടെ അടുത്ത് തന്നെ എന്റെ ഒരു ഫ്രണ്ടിന്റെ കടയുണ്ട്. റൈറ്റ്, പോവാം. ആ ആ ഹണി, നിനക്ക് സുഖമല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? എനിക്കിപ്പോ ഒരു മൊബൈൽ വേണം. ഇതെന്റെ ഫ്രണ്ട് കിറ്റി. ഹലോ കിറ്റി. ചേട്ടാ, ഒരു നല്ല മൊബൈൽ കാണിച്ചേ. തീർച്ചയായും നല്ല ഡിസ്കൗണ്ട് തന്നെ കാണിക്കാം. ഈ കിറ്റി ചില സമയത്ത് ഹണിയെ പോലെ ആവുന്നല്ലേ? ജോർദാർ, കിറ്റി അവളുടെ ഡോളുമായിട്ട് ഭയങ്കര സെൻസിറ്റീവ് ആണ്. പെൺകുട്ടിയായിട്ട് അവള് വിചാരിക്കുന്നത്. ഡിക്ഷണറിയിൽ മാറ്റണം. സെൻസിറ്റീവിന്റെ പകരം വിഡ്ഢിന്ന് എഴുതണം. എനി ഡൗട്ട്? ആ ഇത് നോക്കൂ, ബെസ്റ്റ് പീസാണ്. ഡിസ്കൗണ്ടോടെ തന്നെ ഞാൻ തരാം. ഒത്തിരി വലുതാണല്ലോ. ഇത് കണ്ടില്ലേ? സൈസിൽ വളരെ ചെറുത്, വെയിറ്റും കുറവാണ്. ഇതാണ് ഏറ്റവും ചെറിയ ഫോണ്. നിങ്ങൾക്ക് നന്നായിരിക്കും. അയ്യോ, എനിക്കല്ല, ഡോളിന് വേണ്ടിയാണ് മൊബൈൽ വേണം. എന്താ ഹണി, നിന്റെ ഫ്രണ്ടിന് കുറച്ചുകൂടെ ബുദ്ധിയില്ലേ? പാവയ്ക്കൊക്കെ മൊബൈൽ മേടിക്കാൻ വന്നിരിക്കാ. ഹണി, എന്താ അപമര്യാദയായ സുഹൃത്തുക്കളോ നിന്റെ? ഇവൻ എന്നെ കളിയാക്കുകയാണ്. എനിക്ക് വേണ്ട ഈ മൊബൈൽ. ഞാനിപ്പോ എന്താ ചെയ്യാ? ആ മൊബൈൽ ഇങ്ങ് താ. ഇതിന്റെ കാശ് ഞാൻ പിന്നെ തന്നോളാം. കിറ്റി, ഞാൻ ഈ മൊബൈൽ വാങ്ങി. ഇത് നിന്റെ ഡോളിന് വേണ്ടി എന്റെ ഗിഫ്റ്റ്. ഓ ഹണി, നീ എന്തൊരു ചക്കരയാണ്. അയ്യോ ബേബി, നിനക്കൊന്നും പറ്റിയില്ലല്ലോ. പാവയ്ക്കൊന്നും പറ്റിയില്ലെന്ന് ചോദിക്കുക. ലോകത്തിൽ ഇതുപോലെ കുറെ വട്ടന്മാരുണ്ട്. ഒരാളെ വിട്ടാ കുറെ ആളുകളെ കിട്ടും. ഇവിടുന്ന് പോയേക്ക്. ഇവർ എന്റെ ഡോളിനെ ഇടിച്ചു വീഴ്ത്തി.
ഉണ്ടായിരുന്നെങ്കിൽ ഇവരെയൊക്കെ ഇടിച്ചു പിഴിഞ്ഞ് ജ്യൂസ് ആക്കിയേനെ. അതിന് നീ ഇപ്പൊ ഇവിടെ ഉണ്ടല്ലോ. പക്ഷെ എനിക്ക് ഫിസിക്കൽ വയലൻസിൽ വിശ്വാസമില്ല. Any doubt? പക്ഷെ ഞങ്ങൾ വിശ്വസിക്കണമല്ലോ. അയ്യോ. ഹണി എന്നെ പിടിച്ചോ. ഏയ് എന്താ അവിടെ കളിച്ചോണ്ട് നിൽക്കുന്നേ? ഇറങ്ങി പോടാ. ദേ ഇപ്പൊ പോവും. അവരെ പുറത്തയക്കാനുള്ള ഒരു ആവശ്യമില്ല. Any doubt? നിങ്ങളാണ് എന്റെ യഥാർത്ഥ സുഹൃത്തുക്കൾ. എന്റെ ഡോളിന്റെ ഇൻസൾട്ടിന് പ്രതികരിച്ചല്ലോ. ഏയ് എന്താ അവിടെ കളിച്ചോണ്ട് നിൽക്കുന്നേ? ഇറങ്ങി പോടാ. പക്ഷെ ഞങ്ങളെയല്ലേ അപമാനിച്ചത്. അതേ പക്ഷെ ഡോളിനെ അപമാനിച്ചില്ലല്ലോ. കണ്ടോ എന്ത് സന്തോഷത്തിലാണ് എന്റെ ഡോള്. നിങ്ങൾ കാരണം ഇവളുടെ ഷോപ്പിംഗ് നന്നായിട്ട് പോയി. ഞാൻ പോയി ഇവളുടെ ഡ്രസ്സസ് എടുത്തോണ്ട് വരാം. നിങ്ങൾ എല്ലാരും എന്നെ ഒരുപാട് സഹായിച്ചു. ഇനി വീട്ടിലേക്ക് പൊക്കോ. തുണികൾ ഞാൻ ഇവളുടെ ഇഷ്ടം പോലെയാണ് മേടിക്കാറ്. ഹണി കഴുതേ ഇതെല്ലാം നിന്നെ കാരണമാ. ഷോപ്പിംഗ് ഐഡിയ നീയല്ലേ കൊടുത്തേ. ഒരു കാര്യം നന്നായിട്ട് ഓർമ്മ വെച്ചോളൂ. ക്രിക്കറ്ററിന്റെ ഫസ്റ്റ് ബോളും വേട്ടയിന്റെ വലയും പിന്നെ കിറ്റിയുടെ ഡോളിന്റെ അടുത്തുനിന്നും മാറിയിരിക്കുന്നതാ നല്ലത്. Any doubt? ഇല്ല